ഹായ്, എൻ്റെ പേര് അനഘ, സൈക്കോളജിസ്റ്റാണ്. നമുക്കെല്ലാവർക്കും നമുക്ക് കിട്ടുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വർക്കുകൾ നല്ല കൃത്യമായിട്ടും ചിട്ടയോടുകൂടിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതേപോലെയുള്ള ഒരാളാണോ നിങ്ങൾ? എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചില ടാസ്കുകളെങ്കിലും അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ ദിവസങ്ങളോളമോ പെൻഡിങ്ങിൽ വെക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളെക്കാളും സ്കില്ല് കുറഞ്ഞ ആളുകളും അവർക്ക് കിട്ടുന്ന ടാസ്കുകൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യമാണോ? ഇതിന് കാരണമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. അതിൽ OCP ആയിട്ടുള്ള ആളുകൾ, അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആളുകൾ, അവർക്കൊരു ടാസ്ക് കിട്ടുന്ന സമയത്ത് അത് അക്കാദമിക് ആവാം അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ബേസിലാവാം. അവർക്കൊരു ടാസ്ക് കിട്ടുന്ന സമയത്ത് അവർ ആ ടാസ്കിനെ അമിതമായിട്ട് പെർഫെക്റ്റ് ആക്കുക, ഓർഗനൈസ്ഡ് ആക്കുക, ആ ഒരു ടാസ്കിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലോട്ട് പോകുക എന്നുള്ളൊരു പ്രവണതയാണ് അവരിൽ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടാസ്കിനെ പെർഫെക്റ്റ് ആക്കണം. പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് പറയുമ്പോൾ ഒരു രീതിയിലും എറർ ഉണ്ടാവരുത്. മിസ്റ്റേക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഒന്നെങ്കിൽ മിസ്റ്റേക്ക് ഫ്രീ ആക്കുക, ആ ഒരു ടാസ്ക് പെർഫെക്റ്റ് ആക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് മാറ്റി വെക്കുക എന്നുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആണ് അവരിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് ഒന്നെങ്കിൽ അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ദിവസത്തോട്ട് മാറ്റി വെക്കും. അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ കുറച്ചെങ്കിലും ആ ഒരു ടാസ്ക് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കില്ല. OCP ആയിട്ടുള്ള ആളുകളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ, അതായത് ടാസ്കുകൾ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത്. നിങ്ങൾക്കും പ്രൊക്കാസ്റ്റിനേഷനെ മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ടാസ്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു ടാസ്കിനെ ഡിഫറെൻറ്റ് പാർട്ടുകളാക്കി മാറ്റുക. എന്നിട്ട് അതിലെ ചെറിയ ചെറിയ പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. ഓർക്കുക, നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുമുണ്ട്.